ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എളുപ്പത്തിലൊരു ഗ്രീൻ പീസ് കറി എങ്ങനെ വെക്കുന്നതെന്നാണ് കാണുന്നത്. ഗ്രീൻ പീസ് കറി ആദ്യം തന്നെ ഒരു കാര്യം പറയാം കേട്ടോ. ഇത് യൂസ്ഫുൾ ആവുന്നത് നമ്മളിപ്പം ഹോസ്റ്റലിലൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് വലിയ കുക്കിംഗ് ഒന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് കറി വെക്കണമെങ്കിൽ ഇത് വെക്കാം, പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ അവർക്ക് മാത്രമല്ല കേട്ടോ, ലേഡീസിനൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ രാവിലെ എന്ത് കറി വെക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ചാൽ വെറൈറ്റി ആയിരിക്കും. ചായ നമുക്ക് നിർബന്ധമാണ് ഗൈസ്. അത് ഞാൻ ഇടയിൽ ഇങ്ങനെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് കുക്കറിലിടുക. അതിന് ശേഷം തക്കാളി അതിൽ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പി വെക്കുക. അതിന് ശേഷം നേരത്തെ വെച്ച ചായ ഉണ്ടല്ലോ, അത് നമ്മൾ കുടിക്കുന്നതാണ് ഈ കാണുന്നത് ഗൈസ്. ചായ കുടിക്കുന്ന ശീലം എനിക്കില്ലായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മദറിൻലോൻ്റെ കൂടെ കൂടിയിട്ട് ഞാനിപ്പം നന്നായി ചായ കുടിക്കുന്ന ഒരാളായി മാറി ഗൈസ്. ചായ ലവേഴ്സൊക്കെ ഉണ്ടോ? ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തവരുണ്ടോ? കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ അടുപ്പി വെച്ചത് വിസിൽ വന്നിട്ടുണ്ട്. 2, 3, 4 വിസിൽ വേണം കേട്ടോ. മിനിമം 4 വിസിലെങ്കിലും വേണം, എന്നാലേ അത് വേവുള്ളൂ. അത്യാവശ്യം ഉടഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നല്ലോണം വെന്ത് ഉടഞ്ഞാലും കറി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. തേങ്ങ ചിരകി എടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിക്കുക കേട്ടോ. ക്ഷമ കുറവുള്ളവർ കുറച്ച് മൂപ്പിക്കുക, നല്ല ക്ഷമയുള്ളവർ നന്നായി മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ അത്യാവശ്യം ഒരു ബ്രൗൺ കളർ വരുന്നത് വരെയെങ്കിലും നിങ്ങളൊന്ന് മൂപ്പിക്കുക. പിന്നെ ഈ ഫോൺ ഒരു കയ്യിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇളക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ തേങ്ങയിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് കരിയാണ്ട് വറുത്തെടുക്കുക കേട്ടോ. മസാല കരിഞ്ഞ് കഴിഞ്ഞാൽ കറി നശായിപ്പോവും ഗൈസ്. അപ്പം നല്ല തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മസാലയൊക്കെ നന്നായി വറുത്തെടുത്തിട്ട് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. തരിത്തരി വേണ്ട, നന്നായിട്ട് ഫൈനായിട്ട് കിട്ടണമെങ്കിൽ വെള്ളം കുറച്ച് വെച്ചിട്ട് അരച്ചാൽ മതി. അപ്പോൾ നമ്മൾ വിസിൽ വന്നത് തുറന്നു, എന്നിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേ നമുക്ക് ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. വേവിക്കുന്നതിന് മുന്നേ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പി വയ്ക്കുക. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് ഗരം മസാല. ബ്രാൻഡൊന്നും നോക്കണ്ട ഗൈസ്, ഏതെങ്കിലും ഒരു ഗരം മസാല. അതിനുശേഷം ഗരം മസാല നമ്മൾ ആഡ് ചെയ്തിട്ട് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചിടുക. കടുക്, വെറ്റിൽമുളക്, കറിവേപ്പില അത് പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ കടലക്കറി റെഡിയായി ഗൈസ്. എന്ത് ചെയ്തു? ഒന്നുമില്ല, കഷ്ണങ്ങളൊക്കെ ഇട്ട് വിസിലടിച്ചു, തേങ്ങ മസാല അരച്ചൊഴിച്ചു, കറി റെഡി. വെരി സിമ്പിൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും വെക്കുന്നത്, അതോ നിങ്ങളുടെ സ്റ്റൈൽ വേറെയാണോ? എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പാവമല്ലേ, നമ്മൾ സബ്സ്ക്രൈബേഴ്സും ലൈക്കും ഫോളോവേഴ്സൊക്കെ കിട്ടാനാണല്ലോ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.